ഈ കാണുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്ര പേർക്കറിയാം? ഈ സൈഡിലോട്ട് നോക്കി ഇലപ്പറന്ന് വന്ന വഴിക്ക് നമ്മൾ ആ തേയിലത്തോട്ടങ്ങളില്ല, നമ്മളിപ്പം കറങ്ങി വന്ന ആ തേയിലത്തോട്ടങ്ങളാണ് ശരിക്കും ഈ കാണുന്നത്. അതിൻ്റെ ഭംഗി നമ്മുടെ യാത്ര ഉണ്ടോ, യാത്രയിൽ വഴി നടന്നു നമ്മുടെ വഴി വാഗമണ്ണിലേക്കുള്ള യാത്രയിലാണ്. ആ താഴെ സൈഡ് കണ്ടു, ആ ഭംഗിയുണ്ട്. മഞ്ഞ് കയറി ഇപ്പം ഉച്ച സമയത്ത് ഇത്രയും മഞ്ഞ് കയറി മൂടിയിരിക്കുകയാണ്. പാറക്കൂട്ടങ്ങൾ, വമ്പൻ പാറക്കൂട്ടങ്ങൾ ആ ഒരു ഭംഗി നിങ്ങൾ കണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങളിത് കാണുന്നില്ലേ? കോടമഞ്ഞിൽ പൊതിഞ്ഞ ഭംഗി. വഴിവാണല്ലോ, ഭയങ്കര വഴിവാണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഭംഗി കേട്ടോ. ഭയങ്കര മഞ്ഞ്, ഭയങ്കര മഞ്ഞ്. ഇന്ന് മഞ്ഞ് കൂടുതലാണ്. വീട് വീടുണ്ട്. നമ്മൾ കയറി വന്നപ്പം ആ കണ്ട മലയാണ് കണ്ടോ, മഞ്ഞ് മൂടി നിൽക്കുക. ഇപ്പം താഴേന്ന് കയറി വന്നപ്പോൾ നല്ല മഞ്ഞാണ്. ഇപ്പം നമ്മളിവിടെ ഇറങ്ങി വന്നപ്പോൾ തന്നെ മഞ്ഞ് കുറഞ്ഞു പോയി. ഇനി നമുക്ക് പോകേണ്ടത് ഈ മലയുടെ മണ്ടയിലേക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ കാണുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്ര പേർക്കറിയാം? നമ്മുടെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമകളും ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ റൺവേയിൽ ലോറിയും കൊണ്ട് വരുമ്പം, സ്പ്ലിറ്റും കൊണ്ട് വരുന്ന സമയത്ത് ദിലീപ് മുരളിയും കൂടെ വരുന്ന സമയത്ത് മുരളി ഇറങ്ങി ഓടത്തില്ല. ആ ഒരു ലൊക്കേഷൻ ലേലം സിനിമയിൽ, അങ്ങനെ പല സിനിമകളിൽ ഷൂട്ടിംഗ് നടന്ന ഒരു ലൊക്കേഷനാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഏറ്റവും കയറി പോകുന്ന വഴി ഇതല്ലേ ലോക്കൽ കൂടുതൽ വരുന്ന കെ എസ് ആർ ടി സി, പ്രൈവറ്റ് ബസ്സിനെക്കാട്ടും കൂടുതൽ വരുന്ന കെ എസ് ആർ ടി സി. അതാണ് കെ എസ് ആർ ടി സി കാണുന്നത്. ഈ പാറയിലെല്ലാം പുല്ല് പിടിച്ച് കിടക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് തന്നെ. ഇന്നത്തെ എന്തായാലും നമ്മുടെ യാത്രയുടെ ഒരു ഏറ്റവും നല്ലൊരു ഫീൽ എന്ന് പറഞ്ഞാൽ മഴയില്ല, എന്നാൽ വെയിലുണ്ട്, പക്ഷേ അടിപൊളിയായിട്ട് ഇവിടെ കോടയാണ്. ആ കോടയാണ് ശരിക്കും നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഒരു വൈബ്. സാധാരണ നമ്മൾ വരുമ്പോൾ ആ മല നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റുമോ, പക്ഷെ ഇപ്പം കണ്ടോ ഭയങ്കരമായിട്ടോ ഓപ്പോസിറ്റ് സൈഡിൽ ഈ മലയെ നമുക്ക് നല്ലപോലെ കാണാം. പക്ഷേ ഇന്ന് അത്രയ്ക്ക് പറ്റത്തില്ല, മഞ്ഞ് കയറി നല്ലപോലെ മൂട്ടുണ്ട്. ഇന്നത്തെ യാത്ര ഫുള്ള് ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ ആ യാത്ര എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി. പ്രകൃതി നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന വിസ്മയ കാഴ്ച. മഞ്ഞ് ഫുള്ള് വൈബ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് വൈബ്. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്ന സമയത്ത് ഇത് ഫുള്ള് ഓപ്പണായിട്ട് കിടക്കും, എന്നുവെച്ചാൽ മഞ്ഞില്ല. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ശരിക്കും നമ്മുടെ യാത്ര ശരിക്കും പൊളിയായിരുന്നു. നമ്മൾ എൻ്റെ പൊന്നെ അങ്ങോട്ട് നോക്കിയാകില്ലേ, നമ്മൾ നോക്കിയിട്ട് നോക്കി നമ്മുടെ വൈബ് എന്ന് പറഞ്ഞാൽ പക്ക വൈബ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചിലപ്പം കുറച്ചുകൂടെ നല്ലപോലെ മഞ്ഞ് കയറും കേട്ടോ. അതിനുള്ള സാധ്യതയുണ്ട്. വാഗമണ്ണിൻ്റെ മുകളിലോട്ട് ചെല്ലുമ്പോഴേ നമുക്ക് അവിടെ കാണുന്നതിനെക്കാട്ടും ഭംഗി ഈ വാഗമണ്ണിലേക്ക് കയറുന്ന യാത്രയിലാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന മൊട്ടക്കുന്നുകളൊക്കെയാണ്. പക്ഷേങ്കിൽ ഈ വാഗമണ്ണിലേക്കുള്ള യാത്ര പോകുന്ന സമയം അത് ആണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആനന്ദമായിട്ട് പൊളിയായിട്ട് നമുക്ക് വൈവായിട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ഈ കാഴ്ചകളൊക്കെ തന്നെയാണ് ഏറ്റവും വൈവായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കുറച്ചിങ്ങോട്ട് മാറിയിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ സൈഡാക്കി എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് താഴോട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം. മഞ്ഞ് കംപ്ലീറ്റ്ലി മൂടി നല്ല മനോഹരമായ കാഴ്ച. നമ്മൾ യാത്ര ചെയ്ത് വരുന്ന റോഡാണ് ഉണ്ടാക്കേണ്ടത്. ആ റോഡ് ഇത് ഇങ്ങനെ വന്നത്, കൂടെ വന്ന ആളിത് അവിടെ പോയിട്ടിത്. ഞാൻ ആദ്യം ഓർത്ത് ഇങ്ങനെ അവിടെ ചാടാൻ പോകുന്നു. അവിടെ പോയിട്ട് ആ കാഴ്ച കണ്ടു, ആ താഴത്തെ ആ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കണം. നമുക്ക് അവിടെ പോയി നോക്കാം കേട്ടോ, എന്നെ അവിടെ നിന്ന് എന്താ കാണാൻ പറ്റുന്നതെന്ന്. ഇവിടെ ഒരു മരമുണ്ട് കേട്ടോ. ഈ മരത്താണ് നമുക്ക് കയറി ചാരിയൊക്കെ ഇരിക്കാം. പക്ഷെ ചാരി ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല,
താഴോട്ട് പോയാൽ ദേ അങ്ങോട്ട് പോയിക്ക് പിന്നൊന്നും കിട്ടത്തില്ല. ഇത് താഴോട്ട് അടിപൊളി ഒരു കുളം. ദേ ഇവിടെ എന്നാ ഭംഗിയാണെന്നറിയോ, അടിപൊളി. ഇനി നമുക്ക് കിടക്കും നമ്മുടെ യാത്ര മുകളിലോട്ടുള്ള. ബാക്കി വിശേഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാവേ. അവിടെ നോക്കി ആ ബിൽഡിങ്ങിനെ മണ്ടലോട്ട് പോയി ഒരു കരടി നിൽക്കുന്നത് കണ്ടോ. കരടിയാണോ സിംഹമാണോ? സിംഹമല്ലേ? സിംഹം ആ എന്തോ സാധനം എന്തായാലും നിൽപ്പുണ്ട്. അയ്യോ നമ്മളിതിനെ മണ്ടാവുന്നേ. എവിടെ നോക്കിയാലും മൊട്ടക്കുന്ന്. ദേ അങ്ങേയറ്റത്ത് നമുക്ക് പൈൻ മരത്തിൻ്റെ തോട്ടം കാണാം. കണ്ടോ, ഇവിടെ നോക്കിയാൽ അവിടെ കാഴ്ചകൾ കാണാം. നമ്മളിവിടെ വന്നപ്പം ചെറിയ മഴ പെയ്തു, പക്ഷേ മഞ്ഞൊന്നും ഇവിടെ ഇല്ല. കുറച്ച് പുല്ലും ദേ ഇതിനകത്ത് കുറേ പശുവൊക്കെ ഉണ്ട്. നമുക്കിത് മൊത്തം ഒന്ന് കറങ്ങി കണ്ടിട്ടേ ഞങ്ങൾ നേരെ ഇവിടുന്ന് പറഞ്ഞ പോലെ ഏലപ്പാറയ്ക്ക് പോവാം. മുട്ടക്കുന്നിൻ്റെ ഏറ്റവും മുകളിൽ വന്നപ്പം കണ്ട കാഴ്ചത് കുറച്ച് എന്തേ നാടൻ പശുക്കൾ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. മേയാനായിട്ട് നിൽക്കുക. ഈ ഭാഗമൊക്കെ ഉണ്ടോ, ഭയങ്കര ഭംഗിയാണേ, രസമാണ്. നല്ലൊരു വൈബ് അറ്റ്മോസ്ഫിയറാണ് മണ്ടയിൽ. വാഗമണ്ണിൽ നിന്ന് ഞങ്ങൾ ഇപ്പം ഏലപ്പാറയ്ക്ക് പോകണം. ആ പോകുന്ന വഴിയിലത്തെ ഒരു വഴിയാണ് നമ്മൾ കാണുന്നത്. സൈഡിലെല്ലാം നല്ല അടിപൊളിയായിട്ട് കുറിച്ച് പറഞ്ഞു തോട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് കുളിക്കുന്നു. തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും മഞ്ഞില്ല, പക്ഷെ വാഗമണ്ണിൽ നമുക്ക് അത്യാവശ്യം ഒരു മഞ്ഞിൻ്റെ ഫീലിങ്സ് ഒക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമുക്ക് ശരിക്കും ആ ഒരു ഫീലിങ്സ് ഇല്ല. പക്ഷേങ്കിൽ നമുക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചാണ് നമ്മൾ ഇപ്പം ഉള്ള യാത്ര. നല്ല മനോഹരമായ വിഷ്വൽസ് കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. നല്ല വെയിലായതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നല്ല മനോഹരമാണ്. മഞ്ഞ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി ശരിക്കും വരുന്നത്. ഈ ഒരു റോഡ് ശരിക്കും നല്ലൊരു വഴിയാണ്. അല്ല, രണ്ട് സൈഡിലും തേയിലത്തോട്ടം, അതിൻ്റെ നടുവിലൂടെ മനോഹരമായ ഒരു റോഡ്. നല്ല വളവും തിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, രസമാണ്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എപ്പോഴാണ് ശരിക്കും ഭംഗി. അപ്പോൾ അവിടെ കാണാം നല്ല രസമായിട്ട് ഇളം വെയിൽ ഭംഗി. ഇവിടെ ഒരു മഞ്ഞുകൊണ്ടായിരുന്നു പൊളിച്ചേനെ. അതെ, മഞ്ഞിൻ്റെ വേറെ ഭംഗിയാണ്. ഇപ്പം സൂര്യൻ്റെ വന്നപ്പം വേറെ ഭംഗി. ഇതില്ല കല്ല് മലയാണ്. ഇങ്ങോട്ടാണ് ഭംഗി കൂടുതൽ തേയിലത്തോട്ടം സൈഡെല്ലാം. നമ്മൾ അങ്ങ് കണ്ട ആ മല അതേ ഇവിടെ കേട്ടോ. ഇതാട്ടോ ഈ മലകളാണ് കണ്ടോ, ഈ മലയാണ്. നമ്മളെ തേയിലത്തോട്ടത്തിനകത്ത് തേയിലത്തോട്ടത്തിനകത്തൂടെ ഉള്ള കാഴ്ചയൊക്കെ ഒന്ന് കാണാനായിട്ട് കയറാറുണ്ട്. റോഡ് മോശമാണ്. ഇതാണ് റോഡിൻ്റെ ഭാഗത്ത് കണ്ടല്ലോ, ഇതിൽ പോകാൻ പറ്റത്തില്ല. താഴെ കാണുന്ന റോഡ് ഉണ്ടോ, അങ്ങോട്ട് ഇറങ്ങാൻ പോകും. തേയിലത്തോട്ടം അടിപൊളി കാഴ്ചകളാണ്. കാഴ്ചയൊക്കെ കണ്ടു അങ്ങോട്ട് വയ്ക്കുക. മനോഹരമായ കാഴ്ച നേരത്തെ നമ്മൾ ആ കാണുന്ന ടൗണാണ് ഏലപ്പാറ കേട്ടോ. ഏലപ്പാറയിൽ നിന്ന് വരുന്ന വഴിയാണ്. ഈ സൈഡിലോട്ട് നോക്കി ഏലപ്പാറയിൽ നിന്ന് വന്ന വഴിക്ക് നമ്മൾ ആ തേയിലത്തോട്ടങ്ങളില്ല, നമ്മളിപ്പം കറങ്ങി വന്ന ആ തേയിലത്തോട്ടങ്ങളാണ് ശരിക്കും ഈ കാണുന്നത്. അതിൻ്റെ ആ ഭംഗിയുണ്ടോ കണ്ടോ. ഇവിടെ നിന്നാൽ നമുക്ക് ശരിക്കും ഉണ്ടോ ഈ ഉള്ള തേയിലത്തോട്ടങ്ങളെല്ലാം നല്ല അടിപൊളി വ്യൂ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഏലപ്പാറയിൽ നിന്ന് നമ്മൾ കുട്ടിക്കാനം വരുവാണ്. കുട്ടിക്കാനം വരുന്ന സമയത്ത് റോഡിൽ മഞ്ഞുണ്ട്, ഫുള്ളിൽ മഞ്ഞ് കൊണ്ട് മൂടി വരിക. അപ്പോൾ ഏലപ്പാറ നമുക്ക് അങ്ങനെ മഞ്ഞ് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ ഏലപ്പാറ നമ്മൾ വരുന്ന വഴിക്ക് അത് നമ്മളെ വിട്ട് കിടക്കില്ല കേട്ടോ. അടിപൊളി വായി.
ഇവിടെ എല്ലാം മഞ്ഞ് വന്ന് നല്ല തണുപ്പ് അടിച്ചു കയറാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഭംഗി, ഒരു വിഷ്വൽ ബ്യൂട്ടി അത് നമുക്കിവിടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. അത്രയൊന്നും കാണത്തില്ല, കാണാമല്ലോ. ഒരു ക്യാമറ ശരിക്കും വേണം കേട്ടോ. അത്രയ്ക്ക് ഇതേ ഇവിടെ നോക്കണം. നല്ല രീതിയിൽ മഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ല വിഷ്വൽ ബ്യൂട്ടി. ഒറ്റ യാത്രയിൽ ഇന്നത്തെ യാത്ര ഞങ്ങൾ രാവിലെ പറഞ്ഞത് നമ്മളെ ചതിച്ചില്ല. എല്ലാം നല്ല അടിപൊളി ക്ലൈമറ്റുമായിരുന്നു. അതോടൊപ്പം നമ്മൾ യാത്ര അവസാനിപ്പിക്കാനുള്ള തിരിച്ച് മടക്ക യാത്ര കുട്ടിക്കാനത്തോട്ട് പോവുകയാണ്. അപ്പം കുട്ടിക്കാനത്തോട്ട് പോകുന്ന സമയത്ത് നമുക്കിത് കാണാൻ പറ്റിയ ആ ഒരു മഞ്ഞ് നമുക്ക് അടുത്തറിഞ്ഞ് ആ തണുപ്പ് ഫീൽ ചെയ്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു യാത്രയുണ്ട്, ഫീലുണ്ട്. അതൊരു പൊളി വൈബ്. നല്ല തണുപ്പ് കേട്ടോ, നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല പൊളി തണുപ്പ് അല്ലേ? വൈബ് ഒരു വല്ലാത്ത വൈബ്. ഞങ്ങൾ ഇത്ര നേരം അവിടെ അങ്ങോട്ട് പോയി വാഗമണ് കയറിയപ്പോൾ നമുക്ക് മഞ്ഞൊക്കെ വന്നു, തണുപ്പ് ചെറുതായിട്ടൊക്കെ ഫീലായി. പക്ഷേങ്കിൽ ഇത്രയും ഒരു സെറ്റപ്പ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് അവസാനമായി നമുക്ക് അത് സെറ്റാക്കി നമുക്ക് അങ്ങോട്ട് പോകുന്നത്. അതെ, ഞങ്ങളിനി അങ്ങോട്ട് പോകുന്നത് നമുക്കറിയാം എന്നാ സംഭവം ഉണ്ടാകുന്നത്. അങ്ങോട്ടൊക്കെ അടിപൊളി കണ്ടു തന്നെ അറിയണം. അതൊക്കെ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ മഞ്ഞ് സെറ്റാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തേർത്തോട്ടം കയറും കേട്ടോ. തേർത്തോട്ടം ഇവിടെ എല്ലാത്തേ അവിടെ എല്ലാത്തേ മഞ്ഞ്. നമ്മൾ ഈ നോക്കുന്നിടം മാത്രമേ ഉള്ളൂ മഞ്ഞ് കുറവ്. അങ്ങോട്ട് ദൂരോട്ട് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് മഞ്ഞ് മൂടി വരുമോ. ഇവിടെ യാത്ര ഉണ്ടോ? യാത്രയിൽ വഴി തടഞ്ഞു. ഇവിടെ വഴി തടഞ്ഞു. ഇന്നിടാവുന്നുണ്ട് കേട്ടോ, ഇന്നിടാവുന്നുണ്ട്. എല്ലാവരും ഫാമിലിയായിട്ട് വൈകിട്ട് പോവാം. മഞ്ഞൊക്കെ വന്നപ്പോൾ എല്ലാം ടാറ്റ പറഞ്ഞ് പോവാം. സുഹൃത്തുക്കളെ, നിങ്ങളിത് കണ്ടോ? മഞ്ഞ് വൈബ് നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം നമ്മളെ പ്രകൃതി കരുതുന്നത്. ഈ ഒരു യാത്രയിൽ ഞങ്ങൾ മുമ്പ് പറഞ്ഞത് ഇത്രയും പ്രതീക്ഷിച്ചില്ല. മഞ്ഞ് ശരിയായിട്ട് നമ്മുടെ മഞ്ഞ് കണ്ടു കംപ്ലീറ്റ്. എല്ലാത്തെ റോഡ് ഫ്രണ്ട് സൈഡെല്ലാം മഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുന്നതെല്ലാം മൂടി മൂടി മൂടി. ആ വിസിബിലിറ്റി കുറഞ്ഞു, മഞ്ഞ് കയറി. ഭയങ്കര വഴി, ഭയങ്കര വഴി. ഇത്ര ഒരു ഫീൽസ് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്ര ഒരു വൈബ് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാനം എത്തി. കുട്ടിക്കാനം കയറിയപ്പം തൊട്ട് കുട്ടിക്കാനം വന്നപ്പം തന്നെ ഓടി അങ്ങനത്തെ സാധനങ്ങൾ. അല്ലാതെ ഇതിനെ ആരെ വളർത്താതെ ഇത്ര ഇങ്ങനെ വെച്ചുപിടിക്കും. നമ്മളെ കുട്ടിക്കാനത്തിൻ്റെ തൊട്ട് മേളിൽ ചെറിയൊരു മഞ്ഞൊക്കെ കണ്ടൊരു സ്ഥലം കണ്ടു. അപ്പം നമ്മൾ ഇത് സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് അവിടേക്ക് ഒന്ന് കയറുകയാണ് കേട്ടോ. അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേ ഒരു മഞ്ഞിൻ്റെ ആ ഒരു വിഷ്വലാണ്. അങ്ങനെ നമ്മൾ അവസാനം ഇത് കുട്ടിക്കാനത്തെ മഞ്ഞെല്ലാം കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചു. ഇനി അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.